ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ ഏറെ വേദനിപ്പിക്കുന്ന സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. ഈ വാർത്ത കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നി. യു.പി. സ്വദേശിയായ ഷഹസാദി എന്ന സ്ത്രീയുടെ അബുദാബിയിൽ ജയിലിൽ വധശിക്ഷ കാത്തുകിടന്നിരുന്നു. അവരുടെ വധശിക്ഷ നടപ്പാക്കി എന്ന വാർത്തയാണ് ഏറെ വേദനിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിലെ ബാഡ എന്ന് പറയുന്ന ജില്ലയിലെ സ്വദേശിയാണ് ഷഹസാദി എന്ന് പറയുന്ന 33 വയസ്സുള്ള ഈ സ്ത്രീ. ഷഹസാദിയുടെ കുടുംബം ഒരു ദരിദ്ര കുടുംബമായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതമായിരുന്നു ഷഹസാദിയുടേത്. കുട്ടിക്കാലത്ത് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ കുട്ടിക്ക് പൊള്ളലേറ്റിരുന്നു. ആ പൊള്ളലേറ്റ ഭാഗങ്ങളിലെ പാടുകളൊക്കെ ഇപ്പോഴും ആ മുഖത്ത് കാണുവാൻ സാധിക്കും. ആകെയുള്ളത് പ്രായമായ ഒരു ഉപ്പയും ഉമ്മയും മാത്രമാണ്. എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ ഒന്ന് മെച്ചപ്പെടുത്തണം, എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറണം എന്നുള്ളതായിരുന്നു ആ പെൺകുട്ടിയുടെ പ്രധാന ഉദ്ദേശം. അതിനുവേണ്ടി എങ്ങനെയെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തണം. അങ്ങനെയാണ് 2020 ഷഹസാദി ഉസൈർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി പരിചയപ്പെടുന്നത്. ജീവിതം മെച്ചപ്പെടാൻ വേണ്ടി തൻ്റെ മുഖത്തുള്ള പൊള്ളലിൻ്റെ പാടുകളൊക്കെ എങ്ങനെയെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി ഒരു ജോലി ശരിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉസൈർ എന്ന വ്യക്തി ഷഹസാദിയെ ആഗ്രയിലേക്ക് കൊണ്ടുപോകുകയാണ്. എന്നാൽ ഷഹസാദി അവിടെ പറ്റിക്കപ്പെടുകയായിരുന്നു. ഉസൈർ തന്റെ ബന്ധുക്കളായ അബുദാബിയിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് വിറ്റു എന്നാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യക്കടത്താണ് അന്ന് നടന്നത്. അങ്ങനെ ആ ദമ്പതികൾ ഈ പെൺകുട്ടിയെ ഒരു അറബി കുടുംബത്തിലെ വീട്ടുജോലിക്കാരിയായി നിർത്തുകയാണ്. അങ്ങനെ ഷഹസാദി ഈ വീട്ടിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞു മരണപ്പെട്ടു പോകുന്നത്. അവസാനം ആ ഒരു കുടുംബം ഷഹസാദിയുടെ മേൽ കുറ്റം ആരോപിക്കുകയും പിന്നീട് വധശിക്ഷക്ക് വിധിക്കുകയും ചെയ്യുന്നു. വധശിക്ഷ കാത്തുകിടന്ന ആ പെൺകുട്ടിയോട് അവിടുത്തെ ജയിൽ ഭരണാധികാരികൾ അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത്, എനിക്ക് അവസാനമായി ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ കുടുംബത്തോട് ഒന്ന് സംസാരിക്കണമെന്നായിരുന്നു. എൻ്റെ ഉപ്പയോടും ഉമ്മയോടും എനിക്ക് അവസാനമായിട്ടൊന്ന് സംസാരിക്കണം. അങ്ങനെ ആ പെൺകുട്ടിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ആ പെൺകുട്ടിക്ക് വീട്ടിലേക്ക് വിളിക്കാനുള്ള അവസരം അവർ കൊടുത്തു. ആ സ്ത്രീ വിളിക്കുന്ന സമയത്ത് വളരെയധികം വികാര നിർഭരമായി ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് വളരെയധികം സങ്കടത്തോടുകൂടി ആ സ്ത്രീ തൻ്റെ ഉപ്പയോട് പറഞ്ഞത്, ഇത് എൻ്റെ അവസാന ഫോൺ കോൾ എന്നാണ്. ഒരു പക്ഷേ ഇനിയൊരു വിളി ഉണ്ടാകുമോ എന്ന് പോലും എനിക്കറിയില്ല. ഒരു പക്ഷേ ഇത് അവസാനത്തെ ഫോൺ വിളിയാകാം. വെറും 33 വയസ്സ് മാത്രം പ്രായമുള്ള ഷഹസാദിക്ക് ആകെയുള്ളത് പ്രായമായ ഉപ്പയും ഉമ്മയും മാത്രമാണ്. ജയിലിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന തൻ്റെ മകളെയോർത്ത് ആ പ്രായമായ ഉപ്പയും ഉമ്മയുമൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം അവർ ചെയ്തു. വധശിക്ഷ കാത്തുകിടക്കുന്ന ഷഹസാദി അവസാനമായി വിളിച്ചത് തൻ്റെ ഉപ്പയെ ആയിരുന്നു. എന്നിട്ട് അവൾ തൻ്റെ ഉപ്പയോട് പറഞ്ഞത്, ഉപ്പ, ഇതൊരു പക്ഷേ എൻ്റെ അവസാനത്തെ ഫോൺ കോൾ ആയിരിക്കാം. ഇനിയൊരു ഫോൺ വിളി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണം. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു അന്ന് അവർ അങ്ങനെ സംസാരിച്ചത്. അങ്ങനെ തന്നെ സംഭവിച്ചു. അത് അവളുടെ അവസാനത്തെ ഫോൺ വിളിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഷഹസാദ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വധശിക്ഷ നടപ്പാക്കി എന്നുള്ള വളരെയധികം വേദനിപ്പിക്കുന്ന വാർത്തയാണ് ലോകം കേട്ടത്. UAE-യിൽ ഇന്ത്യൻ വനിതയുടെ വധശിക്ഷ നടപ്പാക്കിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. യു.പി. സ്വദേശിയായ ഷഹസാദി ഖാന്റെ വധശിക്ഷയാണ് UAE നടപ്പാക്കിയത്. ഷഹസാദി ഖാൻ പരിചരിച്ചിരുന്ന 4 മാസം പ്രായമുള്ള കുട്ടി മരിച്ച കേസിലാണ് UAE കോടതി വധശിക്ഷ വിധിച്ചത്. മകളെ അന്വേഷിച്ച് കോടതിയിലെത്തിയ പിതാവ് കേട്ടത് പൊന്നോമനയായ മകളുടെ മരണവാർത്തയായിരുന്നു. ഏതൊരു ഉപ്പക്കും ഉമ്മക്കും ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. അവർ എത്രമാത്രം പ്രയാസപ്പെട്ടു കാണും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അബ്ദുൾ റഹീമിന്റെ കേസുമായി ഏകദേശം ബന്ധമുള്ള ഒരു കേസാണിത്. ഒരു കുട്ടി തന്റെ കയ്യബദ്ധത്താൽ മരണപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ടാണ് അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിച്ചത്. ഏകദേശം സമാനമായ ഒരു സംഭവമാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെയും ഒരു കുഞ്ഞു മരണപ്പെട്ടുപോയി. പക്ഷെ ഇവിടെ അബ്ദുൾ റഹീമിനെ ചേർത്ത് പിടിക്കാൻ എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചു. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഒരുപാട് സന്നദ്ധ സംഘടനകൾ നാട്ടിലും വിദേശത്തുമായി ഉണ്ടായിരുന്നു. പക്ഷെ ഈ സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവളെ സഹായിക്കാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സംഘടനയും ഉണ്ടായിരുന്നില്ല. പണം കണ്ടെത്താൻ ആരും ഓടിയില്ല. അഭിഭാഷകർ വിസയെടുത്ത് വിമാനത്തിൽ പറന്നില്ല. കണ്ണീരൊഴുക്കുന്ന സ്പെഷ്യൽ സ്റ്റോറികൾ പത്രങ്ങളിൽ വന്നില്ല. ഫെബ്രുവരി 14 UAE ജയിലിൽ നിന്ന് അവൾ ഉപ്പയെ വിളിച്ചു. നാളെ തൻ്റെ വധശിക്ഷ നടപ്പാക്കുമെന്ന് അറിഞ്ഞതിൻ്റെ ആ ഒരു സങ്കടത്തിൽ പ്രാർത്ഥിക്കണേ ഉപ്പ എന്ന് പറയാൻ.
33 വയസ്സുള്ള തൻ്റെ പൊന്നുമകളെ കൊല്ലുമെന്നറിഞ്ഞ് ആ മനുഷ്യൻ വീട് വിട്ടോടി. അധികാരികളുടെ വാതിലുകളിൽ മുട്ടി. ഇന്ത്യൻ എംബസി അന്വേഷിക്കുന്നു എന്നായിരുന്നു മറുപടി. ഒടുവിൽ 14 ദിവസങ്ങൾക്ക് ശേഷം മറുപടി കിട്ടി. ഫെബ്രുവരി 28 അവളെ തൂക്കിലേറ്റി എന്ന വാർത്ത. ആ പ്രായമായ മാതാപിതാക്കൾ കുഴഞ്ഞു വീണു. നിസ്സഹായരായ തങ്ങൾക്ക് തങ്ങളെ മകളെ രക്ഷിക്കാനായില്ലല്ലോ എന്ന് അവർ വിലപിക്കുന്നുണ്ടായിരുന്നു. സുന്ദരമായ ജീവിതം സ്വപ്നം കണ്ട് വിദേശത്തേക്ക് പോയതായിരുന്നു. വീട്ടുജോലി ചെയ്തും കുട്ടികളെ പരിപാലിച്ചും കുടുംബത്തെ പട്ടിണിയിൽ നിന്ന് കരകയറ്റാമെന്ന് സ്വപ്നം കണ്ടവൾ. ഒപ്പം തന്നെ വിരൂപമാക്കുന്ന തന്റെ മുഖത്തിന്റെ പൊള്ളിയെ പാടി ചികിത്സിച്ച് ഭേദമാക്കണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. ആ മോഹവും സഫലീകരിക്കപ്പെടണം. ഒരാൾ വിദേശത്തേക്ക് കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു. ഇന്ത്യക്കാരനായ വീട്ടുടമയുടെ 4 മാസം പ്രായമായ കുഞ്ഞു മരിച്ചതായിരുന്നു കേസ്. വാക്സിൻ എടുത്ത ദിവസമാണ് കുഞ്ഞു മരിച്ചത്. പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതിനാൽ മരണകാരണം വ്യക്തമല്ല. മരണകാരണം തേടിയുള്ള വീട്ടുടമയുടെ ഉപദ്രവം അസഹ്യമായപ്പോൾ അവൾ ഒരു ദിവസം പറഞ്ഞു, കൊന്നത് ഞാനാണെന്ന്. പൊറുതി മുട്ടിയത് കൊണ്ട് വെറുതെ പറഞ്ഞതായിരിക്കാം. പക്ഷെ അവൾ അറിയാതെ അതൊക്കെ വീട്ടുകാർ വീഡിയോയിൽ പകർത്തുന്നുണ്ടായിരുന്നു. അതവർ കോടതിക്ക് കൈമാറി. താൻ നിവൃത്തിയില്ലാതെ പറഞ്ഞു പോയതാണെന്ന് തിരുത്താൻ അവൾക്കൊരു സഹായം ലഭിച്ചില്ല. ഒടുവിൽ തനിക്കിനി ഒരു രാത്രി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞാണ് ദുആ ചെയ്യുവാൻ വേണ്ടി ഉപ്പായെ വിളിച്ചത്. 28 അവളുടെ വധശിക്ഷ നടപ്പാക്കി മാർച്ച് 5 മയ്യത്ത് കബറടക്കും.